ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സിന്റെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി. അപ്പോൾ എന്താണ് ട്രിഗണോമെട്രി അല്ലെങ്കിൽ എന്താണ് ത്രികോണമിതി എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ മാത്സ് എല്ലാവരും ടഫ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരിക്കും, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് മാത്സ്. കാരണം ആ ക്വസ്റ്റിന് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയുമെന്നതാണ്. കാണാതെ പഠിക്കണോ കാണാതെ പഠിക്കണോ അങ്ങനെയൊക്കെ ഒരുപാട് ഇനി പഠിച്ചാലും മാർക്ക് കിട്ടില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ, ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി വളരെ സിമ്പിളായിട്ട് A to Z മാത്സ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചോളുക. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗണോമെട്രി ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങാൻ പോകുന്നത് ഏത് ചാപ്റ്ററാ? ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി. അപ്പോൾ എന്താണ് ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ട്രിഗണോമെട്രി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ. ഏതാ ചാപ്റ്റർ? ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി. ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗണോമെട്രി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ. അപ്പോൾ ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി അതിൽ തന്നെ ഉണ്ട് പേര് അല്ലെ, അതിൽ തന്നെ വരുന്നുണ്ട് എന്താണ്? ട്രയാങ്കിൾ. അപ്പോൾ ശരിയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഒരു ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ആംഗിളും സൈഡ്സും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ത്രികോണമിതി. ഒരു ത്രികോണത്തിന്റെ വശങ്ങളും കോണുകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് ഇത് ത്രികോണമിതി. ഒരു ത്രികോണത്തിന്റെ കോണുകളും വശങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് ഇത് ത്രികോണമിതി. ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് ത്രികോണമിതി. അപ്പോൾ നമുക്ക് ത്രികോണമിതിയിൽ നമ്മൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പഠിക്കുന്നുണ്ട്. അതുപോലെ ആദ്യം നമ്മൾ തുടങ്ങുന്നത് റേഷ്യോ വെച്ചിട്ടാണ്. അതായത് കുറച്ച് രണ്ട് റേഷ്യോ ഉണ്ട്, ആംഗിളിന്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. പാർട്ടായിട്ട് എടുക്കാൻ പറ്റും, എല്ലാം കൂടി ഒറ്റയടിക്ക് നമുക്ക് ഈ ക്ലാസ്സിലൂടെ എടുക്കാൻ പറ്റില്ല. എന്തായാലും ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ക്ലാസ് നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ത്രികോണമിതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ 2 അഡീഷണൽ ക്വസ്റ്റ്യൻ കവർ ചെയ്ത് പോകുന്ന ഒരു തിയറമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ തിയറം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ്, ഒന്ന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആണെങ്കിൽ മട്ടകോൺ 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആയിക്കോട്ടെ. ഇതപ്പോൾ ബാക്കി എത്രയുണ്ട്? 180യിൽ നിന്ന് ബാക്കി 90 30 പോയാൽ 60. അപ്പോൾ ഒരു ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ റേഷ്യോ 30:60:90 ആണെങ്കിൽ, 30:60:90 ആണെങ്കിൽ നമുക്ക് അവരുടെ സൈഡ്സിന്റെ റേഷ്യോ പറയാൻ കഴിയും. 30യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് 1 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇതിനെ 1നെ √3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെയെങ്കിൽ 90യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് ഈ 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെയെങ്കിൽ 30യുടെ നിങ്ങൾ ആലോചിക്കണം, 30 വരുന്ന ഈ സൈഡോ അല്ല നമ്മൾ എടുക്കേണ്ടത്. 30യുടെ ഓപ്പോസിറ്റ് എതിർവശം, 30യുടെ ഓപ്പോസിറ്റ് ആരാ? 1 ആണ്. 1:60യുടെ ഓപ്പോസിറ്റ് ആരാ? √3 ആണ്. 90യുടെ ഓപ്പോസിറ്റ് ആരാ? 1 × 2 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ എന്താണ് ആദ്യത്തെ റിലേഷൻ പറയുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ റേഷ്യോ, ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധം 30:60:90 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് 1 ആകുമെങ്കിൽ 60യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് അതിനെ √3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 90യുടെ ഓപ്പോസിറ്റോ അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. So ratio of sides 1:√3:2. 1:√3:2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾക്ക് ഞാൻ ഡീപ്പായിട്ട് അതൊന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ ABC ആയിക്കോട്ടെ, ഇത് 90, ഇത് 30 ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ ഇത് 60. ഓക്കെ, അപ്പോൾ 30യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് 4 സെന്റിമീറ്റർ തന്നു. ബാക്കി 2 സൈഡ്സ് കണ്ടുപിടിക്കൂ. ഇങ്ങനെ ഒരു പിക്ചർ കാണുമ്പോൾ, ഇങ്ങനെ ഒരു ജോമെട്രിക്കൽ എക്സ്പ്രഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കുക, ഇത് ഞാൻ പഠിച്ചതാണ്. 30:60:90 എങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? അല്ലെങ്കിൽ 1:√3:2 ആയിരിക്കും. അതായത് 30യുടെ ഓപ്പോസിറ്റ് വരുന്ന 4 ആണെങ്കിൽ എനിക്ക് 60യുടെ ഓപ്പോസിറ്റ് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അതിനെ എന്തോ ഇൻറ്റു ചെയ്യുക? √3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അങ്ങനെയെങ്കിൽ എനിക്ക് 90യുടെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ കഴിയും. ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അങ്ങനെയെങ്കിൽ റേഷ്യോ 4:4√3:8 ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക? അതിനെ √3 കൊണ്ട് ഇൻറ്റു ചെയ്തെടുക്കുക. 90യുടെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തെടുക്കുക.
അപ്പോൾ 4:4√3:8. ആദ്യം 4 ആണെങ്കിൽ രണ്ടാമത് 60ന്റെ ഓപ്പോസിറ്റ് വരുന്നത് √3 കൊണ്ട് ഇൻഡ്യൂ ചെയ്തെടുക്കുക. 90യുടെ ഓപ്പോസിറ്റ് വരുന്നത് 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്തെടുക്കുക. അങ്ങനെയെങ്കിൽ ആംഗിൾസ് 4:4√3:8. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് വ്യഗ്രത കാണിക്കുക. ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ട്രയാങ്കിൾ ABC, അവിടെയും ആംഗിൾസിന്റെ റേഷ്യോ 30, 60, 90 എങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് 5 തന്നു, 5 സെന്റിമീറ്റർ. മറ്റു രണ്ട് സൈഡുകൾ കണ്ടുപിടിക്കൂ. അപ്പം തന്നെ എഴുതുക, ഇതിനെ √3 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് 5√3. 90യുടെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ അതിന് 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് 10. അപ്പോൾ റേഷ്യോ കിട്ടി 5:5√3:10. എങ്കിൽ അടുത്തൊരു ചോദ്യം തരാം. ട്രയാങ്കിൾ ABC, ആംഗിൾ 90, ആംഗിൾ 30, ആംഗിൾ 60. ഞാൻ 30യുടെ ഓപ്പോസിറ്റ് എനിക്ക് 10 തന്നു. അങ്ങനെയാണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക? അതിനെ √3 കൊണ്ട് ഇൻഡ്യൂ ചെയ്തെടുക്കുക. 90യുടെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ അതിനെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് 20 ആക്കുക. അപ്പോൾ അടുത്ത റേഷ്യോ കിട്ടി 10:10√3:20. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു റിലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻ മാക്സിമം നിങ്ങൾ എക്സാമ്പിൾസിലൂടെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തലയിൽ ക്ലിക്ക് ആവും. പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്യാതെ ജസ്റ്റ് ഓക്കെ ശരി ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിൽ വെച്ച് എനിക്കറിയാം എന്നുള്ള ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോൾ ഇതാണ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നമുക്ക് അവിടെ പെട്ടെന്ന് കത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തിയറം പഠിച്ചു കഴിഞ്ഞാൽ ആ തിയറം നിങ്ങൾ അപ്ലൈ ചെയ്ത് പഠിക്കാം. ഇപ്പൊ ഞാനിപ്പോൾ പറഞ്ഞത് ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള റേഷ്യോ ആണ് അല്ലെ. അതായത് 30:60:90 ആണെങ്കിൽ റേഷ്യോ എന്തായിരിക്കും? 1:√3:2 ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് പഠിക്കുന്നു. ഞാൻ ഒരു 3 എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് 4√3, 90യുടെ ഓപ്പോസിറ്റ് 8. അങ്ങനെയെങ്കിൽ ഇവിടെ 5 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് 5√3, 90യുടെ ഓപ്പോസിറ്റ് 10. അതേപോലെ 30യുടെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് 10√3, 90യുടെ ഓപ്പോസിറ്റ് 20 സെന്റിമീറ്റർ. അപ്പോൾ എന്ത് കിട്ടി? നിങ്ങൾ 30, 60, 90 ആണ് ഒരു, അതായത് 30യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് തന്നാൽ ബാക്കി കണ്ടുപിടിക്കാൻ എളുപ്പമായില്ലേ. 60യുടെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ അതിനെ √3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. 90യുടെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ അതിനെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്തെടുക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത്, ഇനി നിങ്ങൾക്ക് തിരിച്ചു തരികയാണ്. അതായത് ഈ 90യുടെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾക്ക് തന്നത് 8 സെന്റിമീറ്റർ. ബാക്കി രണ്ടും കണ്ടുപിടിക്കൂ. അങ്ങനെയെങ്കിൽ 90 തന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പോഴല്ലേ 8 കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഇതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കിട്ടണ്ടേ. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കൂ, 4. ഇനി 4 കിട്ടിയെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ √3 കൊണ്ട് ഇൻഡ്യൂ ചെയ്തെടുക്കൂ, 4√3. അപ്പൊ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടില്ലാതിരിക്കട്ടെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആംഗിൾ ഇത് 90യുടെ ഓപ്പോസിറ്റ് ഉള്ളത് 10 എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 30യുടെ ഓപ്പോസിറ്റ് എടുക്കുക. ആദ്യം തന്നെ 5, പിന്നീട് √3 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് 5√3 എടുക്കൂ. ആൻസർ ശരിയായിരിക്കും. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് തരികയാണ്. 90യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 16 ആണ്. അങ്ങനെയെങ്കിൽ ബാക്കി രണ്ട് സൈഡുകളും കണ്ടുപിടിക്കൂ. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് 60 ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 8 കിട്ടും. അത് 30യുടെ ഓപ്പോസിറ്റ് എഴുതുക. 60യുടെ ഓപ്പോസിറ്റ് ഇതിന് √3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. റേഷ്യോ 8:8√3:60. അപ്പോൾ 30, 60, 90 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നേരിട്ട് തന്നാലും തിരിച്ച് 90യുടെ തന്നാലും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്തു പഠിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കേണ്ട റിലേഷൻ ആണ് 45, 45, 90. അതും റൈറ്റ് ട്രയാങ്കിൾ തന്നെ. ആംഗിൾസിന്റെ റേഷ്യോ എന്താ? 45, 45, 90. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിരിക്കുന്നു. ഇത് 90 ഡിഗ്രി, 45 ഇതേ വരുള്ളൂ. ബാക്കി 45 ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇത് എന്തായിരിക്കും? 45 ആയിരിക്കും. കാരണം ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂട്ടിയാൽ കിട്ടുന്ന ആംഗിൾ എത്രയാ? 180 ആണ്. 90യും 45ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 135 ആണ്. ബാക്കി 180 നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്നത് 45 ആണ്. അങ്ങനെയെങ്കിൽ ABC എന്ന് പറയുന്നത് 45:45:90 ആണെങ്കിൽ റേഷ്യോ ഉണ്ട്. 45:45:90 ആണെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ ഉണ്ട് 1:1:√2. എന്താണ്? 1:1:√2. അപ്പോൾ 45ന്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റും 1 ആയിരിക്കും. നമുക്കിവിടെ അറിയാം ആംഗിൾസ് സെയിം ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അത് എന്ത് ട്രയാങ്കിളാ? ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. അപ്പൊ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത 2 വശങ്ങൾ എന്താണ്? ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത 2 സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. അത് ഏതായിരിക്കും? ഈ 45ന്റെ ഓപ്പോസിറ്റ് ഉള്ള AB യും ഈ 45ന്റെ ഓപ്പോസിറ്റ് ഉള്ള AC യുമാണ് ഈക്വൽ. അതാണ് റേഷ്യോ ഈക്വൽ ആയി വന്നത്. 1ഉം
1. 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? √2. 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? √2. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 95, ഇത് 45, ഇത് 45, PQR. അപ്പോൾ PQR എന്ന് പറയുന്നത് 45:90 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് 5 സെന്റിമീറ്റർ തന്നാൽ ഈ 45ന്റെ ഓപ്പോസിറ്റും 5 സെന്റിമീറ്റർ അപ്പൊ തന്നെ എഴുതിയേക്കാം. ഈ 90യുടെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം? √2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഏതെങ്കിലും ഒരു സൈഡ് 5 × √2, 5√2 റേഷ്യോ കിട്ടി. 5:5:5√2. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു ഇക്വേഷനിലേക്ക് പോകാം, അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകാം. 90 ഡിഗ്രി, 45 ഡിഗ്രി. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇത് മാത്രമേ തരൂ, ഇത് നിങ്ങൾ തരില്ല എന്ന് കരുതി നിങ്ങൾ ചെയ്യാതിട്ടേക്കരുത്. ഇത് 1945 ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് 45 തന്നെ ആയിരിക്കും. നമ്മൾ പഠിച്ച റേഷ്യോയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 45:45:90. ഈ 45ന്റെ ഓപ്പോസിറ്റ് ഒരു 8 ആണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റും 8 ആയിരിക്കും. ഇതിനെ √2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 90യുടെ ഓപ്പോസിറ്റ് കിട്ടി. സോ 8:8:8 സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചും തരും. ഏതാ? 90യുടെ ഓപ്പോസിറ്റ് 8√2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ 45ന്റെ ഓപ്പോസിറ്റും ഈ 45ന്റെ ഓപ്പോസിറ്റും എന്തായിരിക്കും? അപ്പൊ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ 90യുടെ ഓപ്പോസിറ്റ് തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് എടുത്തത്. പക്ഷെ ഇവിടെ ആരും കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്? √2 കൊണ്ടാണ് ഇൻറ്റു ചെയ്തത്. അപ്പോൾ √2 കൊണ്ട് എന്ത് ചെയ്യുക? ഇതിനെ ഡിവൈഡ് ചെയ്യൂ. 8√2/√2 കട്ട് ചെയ്യും. 8 ഇവിടെയും 8. ക്ലിയർ ആയോ? ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഇൻറ്റു ചെയ്തെടുക്കുക, തിരിച്ചാണ് എന്നിട്ട് ചോദിക്കുന്നതെങ്കിൽ ഡിവൈഡ് ചെയ്തെടുക്കുക. മനസ്സിലായോ? 5√2 തന്നാൽ ഇതെന്താ? √2 ചെയ്താൽ മതി. എന്ത് കിട്ടും? 5 കിട്ടും. അതേ 5 തന്നെ ആയിരിക്കും ഇവിടെയും. 8√2 ആണ് 90യുടെ ഓപ്പോസിറ്റ് തന്നാൽ മറ്റു രണ്ട് വശങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ √2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തിരിക്കുക. ബാക്കി 8ഉം 8ഉം കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഈ രണ്ട് റിലേഷൻസ് നമുക്കങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ മോഡൽ ചോദ്യങ്ങൾ ഞാൻ തരാം. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ചോദ്യം 90, 45, 45. ഞാൻ 90യുടെ ഓപ്പോസിറ്റ് എനിക്കൊരു 16 കിട്ടി. 90യുടെ ഓപ്പോസിറ്റ് എന്ത് തന്നു? 16 സെന്റിമീറ്റർ തന്നു. അങ്ങനെയെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റും ഈ 45ന്റെ ഓപ്പോസിറ്റും എന്തായിരിക്കും? അപ്പോ നമ്മൾ പഠിച്ച റിലേഷൻ 1:1:√2. എനിക്ക് ഇതാണ് 16 തന്നത്, 90യുടെ ഓപ്പോസിറ്റ് ആണ് 16 തന്നത്. ഇങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ ഡിവൈഡ് ചെയ്യണം. 16 ഞാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെയും അത് തന്നെ ആയിരിക്കും. അപ്പോൾ 16/√2. ഇവിടെയും എന്താ? 16/√2. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് രണ്ട് അഡീഷണൽ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിരിക്കുന്ന റൂള്. ഏതാ? റേഷ്യോ ഓഫ് ആംഗിൾസ് ആൻഡ് സൈഡ്സ് ഏതൊക്കെ? 30, 60, 90 ആണെങ്കിൽ 1:√3:2 ആണ്. 45, 45, 90 ആണെങ്കിലോ 1:1:√2. ക്ലിയർ ആയില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇതാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതാ? 90, ഇത് 30, ഇത് 60. നമുക്ക് ഈ 30യുടെ ഓപ്പോസിറ്റ് 5 സെന്റിമീറ്റർ തന്നു. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് BH ആണ്. നമുക്കിവിടെ ഹാഫ് ഉണ്ട്, ബി ഉണ്ടോ? ബേസ് ഉണ്ടോ? ഇല്ല. ഹൈറ്റ് ഉണ്ട് 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് 30, 60, 90 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ ഈ 60യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? എന്താ റിലേഷൻ? 1:√3:2. അങ്ങനെയെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് √3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 90യുടെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. കിട്ടി. നമുക്ക് എന്താ? ബേസ് കിട്ടി. 5√3 ഹാഫ് ഇൻറ്റു 5√3 ഇൻറ്റു 5 25. ഈ √3 അതേപോലെ എഴുതുക. √3 കൊണ്ടൊന്നും അകത്തൊന്നും ഇൻറ്റു ചെയ്തേക്കരുത്. √3 മാത്രമേ ഉള്ളൂ എങ്കിൽ അതേ √3 അതേപോലെ എഴുതുക. ഈ /2 അതേപോലെ എഴുതുക. ഇവിടെ 24ഓ കട്ട് ചെയ്യാൻ പറ്റുന്ന ഈവൻ നമ്പർ ആണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് ഷോർട്ട് ആക്കി എഴുതാം കേട്ടോ. ഒരിക്കലും റൂട്ടിനകത്ത് കിടക്കുന്ന ആളെ കൊണ്ടൊന്നും കട്ട് ചെയ്ത് എഴുതിയേക്കരുത്. ചില കുട്ടികളൊന്നും ചെയ്യാറുണ്ട്, അതൊന്നും പാടില്ല. ആൻസർ 25√3/2 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ അല്ലേ? ഏരിയയുടെ യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയെങ്കിൽ
അതേ ബേസിലുള്ള അടുത്ത ചോദ്യം നമ്മൾ പഠിച്ച റിലേഷൻ വെച്ചിട്ട് 45 90. അങ്ങനെയെങ്കിൽ 45ന്റെ ഓപ്പോസിറ്റ് 8 സെന്റിമീറ്റർ തന്നു. ഫൈൻഡ് ഏരിയ. ഈ 45ന്റെ ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റ് മസ്റ്റ് ആയിട്ട് എന്തായിരിക്കും? 8 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ ഏരിയ എന്താ? ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് 8 ഇൻറ്റു ഹൈറ്റ് 8. ഈ 2 വെട്ടും കട്ട് ചെയ്ത് 4 8 32 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ.